Welcome back to our Python function series. Today we are covering two important concepts, recursive function and nested function. So let's start with the recursive function. Recursive function എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ ഡെഫിനിഷനിൽ തന്നെ ഇറ്റ്സെൽഫ് കോൾ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ഇത്തരം ഫംഗ്ഷനുകളിൽ ഇറ്റ്സെൽഫ് കോൾ ചെയ്യുന്നതിന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കണ്ടീഷൻ കൂടി നമ്മളതിൽ കൊടുക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ ഒരു നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു റിക്കർസീവ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. ഇതിൽ നമ്മൾ ഫാക്ടോറിയൽ 5 കോൾ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ കോൾ ദ ഫാക്ടോറിയൽ 4, ഫാക്ടോറിയൽ 3 ആൻഡ് സോ ഓൺ അൺടിൽ ഇറ്റ് റീച്ചസ് ദ ഫാക്ടോറിയൽ 1 ആൻഡ് ദർ ഇറ്റ് സ്റ്റോപ്സ് ദ റിക്കർഷൻ. ഇതിൽ ഓരോ ലെവൽ ഓഫ് റിക്കർഷൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇറ്റ്സ് റിസൾട്ടൻ എൻ വാല്യൂ വെച്ചിട്ടാണ്. ദസ് ഇറ്റ് ഗിവ്സ് ദ ഫാക്ടോറിയൽ ഫൈനൽ പ്രൊഡക്റ്റ്. ആൻഡ് റിക്കർഷൻ ഫംഗ്ഷനിൽ ഇൻഫിനിറ്റ് റിക്കർഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സ്റ്റോപ്പിംഗ് റൂൾ, അതായത് ബേസ് കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഈ പ്രോഗ്രാമിൻ്റെ കേസിൽ ഇഫ് n is equal to 1 എന്ന് പറയുന്നതാണ് നമ്മളിവിടെ സ്റ്റോപ്പിംഗ് റൂളായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പം n is equal to 1 ആകുന്ന സമയത്ത് ഫംഗ്ഷൻ സ്റ്റോപ്പ് കോൾ ചെയ്യുന്നു. അതുപോലെ നമുക്ക് 1 റിട്ടേൺ ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു കേസിൽ റിക്കർഷൻ എക്സിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ബേസ് കേസാണ് വരുന്നത്. അതുപോലെ ഇവിടെ നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ തന്നെ ഇവിടെ കൊണ്ടുപോയി വിളിച്ചിട്ടാണ് അത് അതിനെ റിക്കർസീവ് ആക്കിയിട്ട് മാറ്റുന്നത്. സോ ഇത്രയാണ് ഈ റിക്കർസീവ് ഫംഗ്ഷൻ്റെ കേസിൽ വരുന്നത്. ഇനി നമുക്ക് നെസ്റ്റഡ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. നെസ്റ്റഡ് ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഡിഫൈൻഡ് വിത്തിൻ അനദർ ഫംഗ്ഷൻ. ഞാൻ ഇവിടെ ഒരു നെസ്റ്റഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നെസ്റ്റഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഔട്ടർ ഫംഗ്ഷൻ ഉണ്ടാക്കുന്നുണ്ട്, ഒരു ഇന്നർ ഫംഗ്ഷനും ഉണ്ടാക്കുന്നുണ്ട്. ഡെഫ് ഔട്ടോ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തു. അതിലേക്ക് ഞാൻ നെയിം എന്ന് പറഞ്ഞൊരു പാരാമീറ്റർ കൊടുത്തു. എന്തോ ഡെഫ് ഇന്നർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനും കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. സോ ദിസ് ഈസ് ദ നെസ്റ്റഡ് ഫംഗ്ഷൻ. ഇന്നർ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഞാൻ അതിലേക്ക് തൽക്കാലത്തേക്ക് പാരാമീറ്റർ ഒന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനൊരു മെസ്സേജ് പ്രിൻ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പോവാണ്. എഫ് സ്ട്രിങ് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഇവിടെ ഹലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഔട്ടറിൽ കൊടുക്കുന്ന ആ ഒരു നെയിം ഇതിൽ വന്നിട്ട് എനിക്ക് പ്രിൻ്റ് ചെയ്ത് കിട്ടണം. ഞാനിവിടെ ഹലോ എന്ന് കൊടുത്തു. നെയിം പ്രിൻ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നെയിമും കൊടുത്തു. സോ ഇനി ഇതിൽ നമുക്ക് ഇന്നർ ഫംഗ്ഷൻ കോൾ ചെയ്യാനായിട്ട് പോവാണ്. അത് കോൾ ചെയ്യേണ്ടത് നമ്മുടെ ഔട്ടർ ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇന്നർ ഫംഗ്ഷന് നമ്മൾ പുറത്ത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തില്ല. അതുപോലെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഔട്ടർ ഫംഗ്ഷൻ പുറത്ത് പോയിട്ട് ആ ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് കടന്നിട്ട് ഔട്ടർ ഫംഗ്ഷനെ കോൾ ചെയ്യാനായിട്ട് പോവാണ്. സോ ഔട്ടർ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് എനിക്കതിലേക്ക് ഒരു വാല്യൂ, അതായത് ഒരു നെയിം കൂടി കൊടുക്കണം. ഇപ്പം ഞാൻ അതിലേക്ക് ഒരു നെയിം ആലീസ് എന്ന് പറയുന്ന ഒരു നെയിം കൂടി കൊടുക്കുകയാണ്. നമ്മളിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് ഹലോ ആലീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. സോ ഇതിൽ ഔട്ടർ എന്ന ഫംഗ്ഷൻ ഇന്നർ എന്ന ഫംഗ്ഷനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇന്നർ ഫംഗ്ഷൻ നമുക്ക് ഔട്ടർ ഫംഗ്ഷൻ്റെ ഉള്ളിൽ മാത്രം ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ നമ്മൾ ഔട്ടർ ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് ഔട്ടർ ആലീസ് എന്ന് പറയുമ്പം നമുക്കത് ഇന്നർ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് ആ നെയിം കടന്നിട്ട് ആ പേരാണ് നമുക്കവിടെ പ്രിൻ്റ് ചെയ്തിട്ട് വരുന്നത്. ഇനി നമുക്ക് റിക്കർസീവ് ഫംഗ്ഷനും നെസ്റ്റഡ് ഫംഗ്ഷനും കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇവിടെ നമ്മളൊരു ഫിബൊനാച്ചി സീരീസ് ആണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് ഡെഫ് ഫിബൊനാച്ചി എന്ന് പറയുന്ന ഒരു പേര് ക്രിയേറ്റ് ചെയ്യാണ്. ഫംഗ്ഷൻ ഡെഫിനിഷൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു നമ്പർ കൊടുക്കാം. then ഇവിടെ വാലിഡേറ്റ് ഇൻപുട്ട് എന്ന് പറയുന്ന ഒരു നെസ്റ്റഡ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഡെഫ് വാലിഡേറ്റ് അതിലേക്ക് പാരാമീറ്റേഴ്സ് ഒന്നുമില്ല. അത് കഴിഞ്ഞ് ഞാനൊരു കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇഫ് n ലെസ് ദാൻ 0 ആവുന്ന സമയത്ത് എനിക്കവിടെ ഒരു എറർ റൈസ് ചെയ്യണം. റൈസ്
എറർ. അത് നമുക്ക് വാല്യൂ എറർ റേസ് ചെയ്യാം. അതിന് വാല്യൂ എറർ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വാല്യൂ എററിനൊരു മെസ്സേജും കൂടി നമുക്ക് കൊടുക്കാം. ഇൻപുട്ട് മസ്റ്റ് ബി എ നോൺ നെഗറ്റീവ് ഇൻറ്റിജർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് കൊടുക്കാം. അത് കഴിഞ്ഞു. അപ്പം നമ്മുടെ നെസ്റ്റഡ് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ആ നെസ്റ്റഡ് ഫംഗ്ഷനെ കോൾ ചെയ്യാം. കോൾ ചെയ്യാനായിട്ട് അത് ഫിബൊനാച്ചി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ തന്നെയാണ് നെസ്റ്റഡ് ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ടത്. വാലിഡേറ്റ് ഇൻപുട്ട് എന്ന് പറയുന്ന നെസ്റ്റഡ് ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ടത്. വാലിഡേറ്റ് ഇൻപുട്ട് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ കൊടുക്കുകയാണ്. ഇപ്പം n എന്ന് പറയുന്നത് 0-നെക്കാട്ടും വലുതാവുന്ന സമയത്ത്, അതായത് പോസിറ്റീവ് ഇൻറ്റിജർ ആവുന്ന സമയത്തുള്ള കണ്ടീഷനാണ് കൊടുക്കുന്നത്. ഇസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് എനിക്ക് 1 തന്നെ റിട്ടേൺ ചെയ്ത് തരണം. റിട്ടേൺ n, അത് ഐ മീൻ 1. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്തൊരു കണ്ടീഷനും കൂടി കൊടുക്കുകയാണ്, എൽസ് എന്ന് പറയുന്ന കണ്ടീഷൻ വിത്തിൻ ദ സെയിം ഫിബൊനാച്ചി ഫംഗ്ഷൻ. സോ അതിൽ ഇവിടെയാണ് നമ്മൾ റിക്കർസീവ് ഫംഗ്ഷൻ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ റിട്ടേൺ ഫിബൊനാച്ചി, അതിൽ നമുക്ക് ഫസ്റ്റ് n-1 വരണം, ഒരു നമ്പർ കുറയ്ക്കണം. അങ്ങനെയാണ് ആ സീരീസ് ഓരോ ഇതിൽ കയറി പോകുന്നുണ്ടാവാം. അത് കഴിഞ്ഞിട്ട് അടുത്ത ഫിബൊനാച്ചി വീണ്ടും ഇടാണ്. ആ ഫംഗ്ഷൻ ഇട്ടതിന് ശേഷം നമുക്കിതിൽ n-2 ആണ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് ഫിബൊനാച്ചി സീരീസിലെ നമ്പേഴ്സ് ജനറേറ്റ് ആവുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു ഫിബൊനാച്ചി സീരീസ് നെസ്റ്റഡ് ആൻഡ് റിക്കർഷൻ ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ ഇതിൻ്റെ ഫംഗ്ഷൻ കോള് ചെയ്യാനായിട്ട് പോവാണ്. ഇത് നമുക്ക് റിട്ടേൺ ചെയ്ത് തന്നിട്ടുള്ളത് 12th ഫിബൊനാച്ചിയാണ്. ഇതിലിപ്പം ഞാൻ അടുത്ത ഒരു ഫിബൊനാച്ചി, ഇപ്പം ഇതിൽ ഉണ്ട്. രണ്ടിലെടുക്കുന്ന ഫിബൊനാച്ചി, 3 ഫിബൊനാച്ചി, 4 പൊസിഷനിൽ കിടക്കുന്ന ഫിബൊനാച്ചി നമ്പേഴ്സ് നോക്കാൻ പോവാണ്. നമുക്ക് 1, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫിബൊനാച്ചി പൊസിഷനിൽ കിടക്കുന്ന നമ്പേഴ്സിന് അത് നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. അപ്പം ഇങ്ങനെയാണ് ഒരു ഫിബൊനാച്ചി സീരീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. So that's all about today's video, guys. And if you enjoyed this video, please like, subscribe and hit the bell icon to stay updated with more Python tutorials in our function series. See you in the next video.